സെലിബ്രിറ്റികളുമായി ബന്ധപ്പെട്ട് അവരുടെ മരണാനന്തര ചടങ്ങിലെ ചില പ്രശ്നങ്ങൾ ഇവിടെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ അധികം ചർച്ചയായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് നടൻ ശ്രീനിവാസൻ മരിച്ച സമയത്ത് സമൂഹ മാധ്യമങ്ങൾ അതുപോലെ TV ചാനലുകളൊക്കെ അവരുടെ സ്വകാര്യതയിലേക്ക് കൂടുതലായിട്ട് കടന്നു കയറുന്നു. നടൻ സിദ്ദിഖ് ലാൽ ടീമിലെ ഈ സംവിധായകരുണ്ട്, അതിൽ തന്നെ സിദ്ദിഖ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാധ്യമങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. പിന്നീട് ടൗൺ ഹാളിലോ മറ്റോടെ കൊണ്ടുപോയപ്പോഴൊക്കെ ടെലികാസ്റ്റ് ചെയ്തു. ഇത് ബാക്കി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആ കുടുംബത്തിൻ്റെ സ്വകാര്യതയാണ് നഷ്ടപ്പെടുന്നത്. അത്തരത്തിലാണ് മാധ്യമങ്ങൾ വിമർശനം വരുന്നത്. സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്? ഇത് എനിക്ക് തോന്നിയിരുന്നു ഈ വീടുകളിലേക്ക് കയറുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം എനിക്ക് പണ്ടേ ഉണ്ട്. ഈ ടൗൺ ഹാളിലൊക്കെ അതായത് പൊതുവിടത്ത് ഈ വിലാപയാത്രയുടെ ഭാഗമായിട്ട് ജഡമൊക്കെ വെക്കുമ്പോൾ, ഭൗതിക ശരീരം വെക്കുമ്പോൾ ആദരവർപ്പിക്കുന്ന പൊതുജനം ആദരവർപ്പിക്കുന്ന സ്ഥലമാണ്. അവിടെയൊക്കെ ക്യാമറ കൊണ്ടുവെക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഒരാളുടെ വീട് എന്ന് പറയുന്നത് അയാളുടെ സ്വകാര്യമായ സ്ഥലമല്ലേ? അയാൾ ക്ഷണിക്കുന്ന ആളുകളല്ലേ സാധാരണഗതിയിൽ അങ്ങോട്ട് ചെല്ലാറുള്ളത് അതിഥികളൊക്കെ ആയിട്ട്. പക്ഷെ ആ ജഡം അവസാനത്തെ ശവദാഹത്തിന് വേണ്ടി അവിടെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അത് ആ കുടുംബത്തിന് വിട്ടുകൊടുക്കുകയല്ലേ അതിൻ്റെ ഭംഗി എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ സംസ്കാരം ഈ ശവപ്പെട്ടിയെടുത്ത് കുഴിയിലേക്ക് വെക്കുന്ന രംഗങ്ങളൊക്കെ വല്ലാതെ ബീഭത്സം അല്ലേ ഒക്കെ ആയിട്ടാണ് തോന്നാറുള്ളത്. ഈ ജുഗുപ്സ എന്ന് പറഞ്ഞൊരു വാക്ക് എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നിട്ടേ ഇല്ല ജീവിതത്തിൽ. അങ്ങനൊരു വാക്കുണ്ട്, പക്ഷേ ഇത്തരം അവസരങ്ങളിൽ നമുക്ക് ജുഗുപ്സ തോന്നും എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇത് പറയാനുള്ള കാരണം, ഇപ്പോൾ ശ്രീനിവാസന്റെ പേര് പറയാതെ 2 കുറിപ്പുകൾ ഞാൻ കണ്ടു. ഒന്ന് പൃഥ്വിരാജിന്റെ ഭാര്യ സുപ്രിയ മേനോന്റെ, ഒരു മാധ്യമ പ്രവർത്തകയായിരുന്നല്ലോ BBC. പിന്നെ മനോജ് കുറൂർ നോവലിസ്റ്റിൻ്റെ, രണ്ടുപേരും ശ്രീനിവാസന്റെ പേര് പറയാതെയാണ്. മനോജ് കുറൂർ ഒരാളുടെയും ജീവിതം തുറന്ന പുസ്തകമൊന്നും അല്ല എന്ന് പറഞ്ഞിട്ട് ഈ സ്വകാര്യത വെച്ച് കളിക്കുന്നതിനെതിരെ ചാനലുകളുമൊക്കെ ഒരു കുറിപ്പിൽ പറഞ്ഞിരുന്നു. സുപ്രിയ മേനോൻ പറഞ്ഞിരിക്കുന്നത് ടേസ്റ്റ്ലെസ് ബ്ലാറ്റന്റ് ഇൻവേഷൻ ഓഫ് ദി പ്രൈവസി ഓഫ് ഡിസീസ്ഡ് ആൻഡ് ലിവിങ്. ഈ ജഡത്തിനോടും മാത്രമല്ല ഈ ജീവിച്ചിരിക്കുന്നവരുടെയും കൂടി സ്വകാര്യതയിലേക്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ശ്രീനിവാസന്റെ അന്ത്യ ചടങ്ങുകളുടെ അവസാനം ആയപ്പോൾ തന്നെ എനിക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച ആളുകൾക്ക് അദ്ദേഹത്തിന് ഒരു അന്ത്യ ചുംബനം കൊടുക്കണം എന്നൊക്കെ തോന്നുന്നില്ലേ? അതൊക്കെ തീർത്തും സ്വകാര്യമായ അവരുടെ വികാരവും ഒക്കെയാണ്. ഇതൊന്നും ഈ നാട്ടുകാരെ മുഴുവൻ കാണിക്കേണ്ട കാര്യമൊന്നും ചാനലുകൾക്കില്ല. മാത്രമല്ല ചാനലുകൾക്ക് അതിന് അധികാരവും ഇല്ല, അവകാശവും ഇല്ല. അപ്പം ഇവർ പിന്നെ പറഞ്ഞ ഭാഗം ഞാൻ മലയാളത്തിൽ പറയാം. വിലപിക്കാനുള്ള സമയം പോലും അവർക്ക് നൽകുന്നില്ല. ദുരന്തമാണിത്. അനേകം ക്യാമറകൾ, മൊബൈൽ ഫോണുകളൊക്കെ അവരെ വളഞ്ഞിരിക്കുന്നു. സെൽഫിക്കാർ മുഴുവൻ മൂലകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. സെൽഫി എടുക്കുന്നവർ മൂലകളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജീവിതത്തിലെ എല്ലാ മുഹൂർത്തവും ഘോഷിക്കപ്പെടുകയാണ്. അവരുടെ വേദന സങ്കല്പിക്കാൻ പോലും ആവുകയില്ല. ഇത് ഈ ചെയ്യുന്നവർ ഉള്ളിലേക്ക് നോക്കി തിരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അവസാന ക്രിയകൾ നടക്കുമ്പോഴും ഇങ്ങനെ അതിനെ വലയം ചെയ്ത് തിരക്ക് കാണിക്കേണ്ടതുണ്ടോ എന്നവർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൊല്ലത്ത് ഈ വേറൊരാൾ തട്ടിക്കൊണ്ടുപോയ ശേഷം മറ്റേയാളുടെ വീട്ടിൽ കൊണ്ടുപോയി വീടിൻ്റെ ഉള്ളിൽ ചാനലുകൾ ക്യാമറ വെച്ചപ്പോഴും ഈ സ്വകാര്യതയിലേക്ക് എത്രമാത്രം കടക്കണം എന്ന് പറഞ്ഞ് നമ്മളിവിടെ ചർച്ച ചെയ്തിരുന്നതാണ്. അന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഈ വീടിൻ്റെ ഉള്ളിൽ പോയി ക്യാമറ വെക്കരുത്. അന്ന് പറഞ്ഞ് അടുത്ത ദിവസം മുതൽ റിപ്പോർട്ടിങ്ങിൽ മര്യാദയൊക്കെ വന്നു. പക്ഷെ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ജഡം വെച്ചിട്ടുള്ള ഒരു ഈ ചന്തയിൽ, പരസ്യ ചന്തയിൽ ജഡങ്ങൾ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് പോലെയാണ് ഈ ചാനലുകൾ പെരുമാറുന്നത്. ജഡം വെച്ചിട്ടേ ജഡത്തിനെ ഒരു വിൽപ്പന ചരക്കാക്കി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഈ സ്വകാര്യത, വീടിൻ്റെ അകത്തേക്ക് ക്യാമറയുമായിട്ട് ചെല്ലുക.
മാത്രമല്ല ഈ ഇത്തവണ ഈ അടുത്ത കാലത്ത് ജയിലിൽ നിന്ന് വന്ന ഒരു സന്യാസി അവസാനം ഒരു ദേവീ സ്തുതി അവിടെ പറയുന്നതുമൊക്കെ കണ്ടു. ഒരു കാരണവശാലും ശ്രീനിവാസൻ അംഗീകരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു സന്യാസി, മുംബൈയിൽ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരാൾ വന്നിട്ട് ഒരു ദേവീസ്തവം, സാധാരണഗതിയിൽ ഭഗവത്ഗീതയിലൊക്കെ പറയും വശാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി എന്ന് പറഞ്ഞിട്ട് ഈ ശരീരം പോയി, ഇത് പാമ്പ് ഉറയൂരുന്നത് പോലെയാണ് ഈ ശരീരം വേറൊരു ആത്മാവിനെ ഇനി പൊതിയും എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട് ഗീതയിലുമൊക്കെ. ആ സന്ദർഭത്തിൽ ചേരാത്ത നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി ദേവിയെ സ്തുതിക്കുന്ന ഒന്നാണ് ഈ കള്ളസന്യാസി വന്ന് ഒരു കാരണവശാലും ശ്രീനിവാസൻ അംഗീകരിക്കാത്ത 2 കാര്യങ്ങളായിരുന്നു. ഈ ജയിലിൽ പോയി ആളുകളൊക്കെ പറ്റിച്ച് 5 കോടിയൊക്കെ പറ്റിച്ചു എന്ന് മുംബൈയിലൊരു വ്യവസായിയൊക്കെ കേസ് കൊടുത്തിട്ടാണ്. അതും ഈ ആചാരവെടിയും, 2ഉം ശ്രീനിവാസൻ അംഗീകരിക്കില്ലായിരുന്നു. അതെന്തുവാകട്ടെ, പക്ഷേ ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇറ്റ് വാസ് ടു മച്ച്. അതെ തീർച്ചയായിട്ടും ഇത് വൈകിയാണെങ്കിലും ആരൊക്കെ പറഞ്ഞ് ആരെങ്കിലുമൊക്കെ പറഞ്ഞല്ലോ എന്ന് നമുക്ക് ആശ്വസിക്കാം. കാരണം ആരെങ്കിലും പറഞ്ഞേ തീരൂ. ഇത് ഗുരുതരമായ 2-3 തരത്തിലുള്ള സാമൂഹ്യ രോഗങ്ങളാണ് ഇതിനെ ബാധിച്ചിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ ഈ മീഡിയയ്ക്ക് ഇപ്പോഴും മനുഷ്യന് 2 തരം ലൈഫുണ്ട് എന്ന് അവർ അംഗീകരിച്ചു കൊടുക്കുന്നില്ല. ജീവിച്ചാലും ഉണ്ട്, മരിക്കുമ്പോഴും ഉണ്ട്. ഒന്ന് നമ്മുടെ പൊതുജീവിതമാണ്, മറ്റേത് സ്വകാര്യ ജീവിതമാണ്. സ്വകാര്യത എന്നൊന്നില്ലെങ്കിൽ ആ മനുഷ്യനില്ല. അപ്പോൾ ആ സ്വകാര്യതയും അതിൻ്റെ അതിര് ലംഘിച്ച് സ്വകാര്യത അനുവദിച്ചു കൊടുക്കാത്തൊരവസ്ഥ, അത് നമ്മൾ മീഡിയ തമ്മിലുള്ള മത്സരത്തിൽ ഏറ്റവും ഭീകരമായി ചെയ്യുന്നത് എന്തുമാത്രം കടന്നു കയറാമോ അത്രയും. അതാണ് ഈ ബെഡ്റൂമിൽ കൊണ്ടുപോയി, ഒരു വൃത്തികേടാണ്. ആലോചിച്ച് നോക്കൂ, ഏത് മനുഷ്യനും അത് ആവശ്യമുണ്ടല്ലോ. എനിക്ക് തോന്നുന്നു അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം ഇതിൽ കൃത്യമായ, ഇനി നിയമപ്രകാരം അല്ലെങ്കിൽ സാമൂഹ്യ മര്യാദ ഉണ്ടെങ്കിലും കൃത്യമായിട്ട് വിലക്കണം. ക്യാമറകൾ പാടില്ലാത്ത ഇടമാണത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ക്യാമറ കടന്നു ചെല്ലാൻ പാടില്ലാത്ത സ്ഥലത്തല്ലേ നമ്മൾ പണം കൊടുത്ത് താമസിക്കുന്ന ടൂറിസ്റ്റ് ഹോമുകളിലും ലോഡ്ജുകളിലും ഒക്കെ വിലക്കപ്പെട്ട സംഗതിയാണ്. ഒരാളുടെ സ്വന്തം വീട്ടിലത് പാടില്ല എന്ന് പറയുന്നത് ജീവിച്ചാലും മരിച്ചാലും. ജീവിച്ചിരിക്കുമ്പോൾ അയാളുടെ അടുക്കളയും കിടപ്പറയും അതുപോലെ തന്നെ ഈ വാഷ്റൂം ഉൾപ്പെടെയുള്ള മേഖലയൊക്കെ അയാളുടെ സ്വകാര്യതയാണ്. അയാൾക്ക് ജനങ്ങളെ കാണാവുന്ന ഒരു മേഖലയാണ് നമ്മൾ ഈ സിറ്റ് ഔട്ട് എന്ന് വിളിക്കുന്നതും പൂമുഖം എന്ന് വിളിക്കുന്നതും ഒക്കെ അതിനുള്ളതാണ്. അതിനപ്പുറത്തേക്കുള്ള വാതിൽ ഇവർക്കുള്ളതല്ല, പൊതുജനങ്ങൾക്കുള്ളതല്ല. അത്യാവശ്യ ഘട്ടത്തിൽ അയാൾ വിളിച്ചാൽ മാത്രം പോകാൻ പറ്റിയ ഒരു സംഗതിയാണ്. അത് ജീവിച്ചിരിക്കുമ്പോൾ ബാധകമാണോ അത്ര തന്നെ ബാധകമാണ് മരിച്ചു കഴിഞ്ഞാലും. അത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. ആ കുടുംബത്തിന് മാത്രമായിട്ട് അനുഷ്ഠിക്കാനുള്ള കുറേ കർമ്മങ്ങൾ ഉണ്ടാവും, അവരുടെ വൈകാരിക പ്രകടനങ്ങൾ ഉണ്ടാവും, അവരുടെ വിശ്വാസപരമായ ആചാരങ്ങൾ ഉണ്ടാവും, അനുഷ്ഠാനങ്ങൾ ഉണ്ടാവും, അവരുടെ കണ്ണീരുണ്ടാവും. അറ്റ്ലീസ്റ്റ് അന്ത്യമായി ഒന്ന് കണ്ണീരൊഴുക്കണം എന്ന് ആഗ്രഹിച്ചാൽ നടക്കൂല എന്ന് പറഞ്ഞാൽ എന്താ സ്ഥിതി? ചുംബിക്കാനുണ്ടാവും, കരഞ്ഞു തീർക്കാനുണ്ടാവും, കെട്ടിപ്പിടിക്കാനുണ്ടാവും. അതിലൊക്കെ ഈ ക്യാമറ, നാട്ടുകാർക്ക് എന്താ കാര്യം? ശ്രീനിവാസൻ ഈസ് നോ മോർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അതിനപ്പുറത്ത് ഇതാ അവസാനത്തെ ചടങ്ങുകളിലേക്ക് പുറത്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ പൊതുദർശനത്തിന് വെക്കുമ്പോൾ ആരൊക്കെ വന്നു കണ്ടു അത് കാണിച്ചോട്ടെ. പക്ഷെ അതിനപ്പുറത്ത് അത് പാലിക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ സാറ് പറഞ്ഞൊരു കാര്യം അതിനേക്കാളും ഗുരുതരമാണ്. മാസ് ഹിസ്റ്റീരിയ ബാധിച്ച ഒരു ജനമാണ് ഈ ക്യാമറ. ഈ ചാനൽ ക്യാമറകൾ കച്ചവടത്തിന് വേണ്ടി അവർക്ക് ലാഭം ഉണ്ടാക്കാനും റേറ്റിംഗ് കൂട്ടാനാണെന്ന് വിചാരിക്കാം. അത് കച്ചവടമാണ്. മറ്റേതെന്താണ്? മനോരോഗമല്ലേ ശരിക്കും? മരിച്ചെടുത്ത് പോകുമ്പോഴെങ്കിലും സ്വന്തം മൊബൈൽ ഫോൺ ഓഫ് ചെയ്തിട്ട് സ്വന്തം വണ്ടിയിൽ വെച്ച് പോണ്ടേ? അവിടെ മൊബൈൽ ഫോണാണ് ഇവനേക്കാൾ മുമ്പേ ചെല്ലുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് സാറ്. ഭീകരമാണത്. കൾച്ചർലെസ് എന്ന് പറഞ്ഞാൽ കൾച്ചർലെസ് ആണ്. നമുക്കൊക്കെ കഴിയുമെങ്കിൽ മൊബൈൽ ഫോൺ സൈലന്റ് ആക്കിയിട്ട് വണ്ടിയിലിട്ട് പോകാന്നല്ലാതെ മരിച്ച വീട്ടിലേക്ക് മൊബൈൽ ഫോണും കൊണ്ട് പോകുന്നവനെ സാമാന്യ ബോധമുള്ളവൻ നമ്മൾ കരുതില്ല. അതുകൊണ്ട് അതും വേണം കടുത്ത വിലക്ക്. എല്ലാ മരണ വീട്ടിലേക്കും മരണ ചടങ്ങുകളിലേക്കും. പോലീസൊക്കെ ഇപ്പോൾ പബ്ലിക് പേഴ്സണാലിറ്റീസ് ആകുമ്പോൾ പോലീസിന് നിയന്ത്രിക്കാമല്ലോ. പോലീസിന് നിയന്ത്രിക്കുമ്പോൾ മൊബൈൽ ഫോൺ മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ക്യൂല് നിന്നാൽ മതി എന്ന് പറയണം. അങ്ങനെ ഒരു രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ്. മൂന്നാമത് സാറ് പറഞ്ഞ കാര്യം കൂടി അതിലേറെ പ്രധാനമാണ്. എന്താണെന്നറിയോ? ഒരു മനുഷ്യനോട് മരിച്ചാൽ കാണിക്കേണ്ട സാമൂഹ്യ മര്യാദ എന്താണ്? നിങ്ങൾ അതിനകത്ത് മതമൊക്കെ മാറ്റിവെച്ചോളൂ, മതവും വിശ്വാസമൊക്കെ മാറ്റിവെച്ചോളൂ.
ജീവിച്ചിരുന്ന കാലത്ത് ഒരു മനുഷ്യന്റെ ഇഷ്ടങ്ങൾ, അനിഷ്ടങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ എന്തായിരുന്നുവോ അതിനോടാണ് നീതി പുലർത്തേണ്ടത്. ഞാൻ വലിയ കലഹം കാണിച്ചൊരു കലഹത്തോടെ പ്രസംഗിച്ചൊരു അവസരം ഉണ്ടായിരുന്നു. എപ്പോന്നറിയോ? EK നായനാർക്ക് വേണ്ടി പൂജാതി കർമ്മങ്ങൾ നടത്താൻ ശാരദ ടീച്ചർ തയ്യാറായി. ഞാനല്ല, ഒരുപാട് പേര് അതിനെ വെല്ലുവിളിച്ചു. കാരണം ശാരദ ടീച്ചർ മരിക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊള്ളട്ടെ, അത് അവരുടെ വിശ്വാസമാണ്. പക്ഷെ EK നായനാർക്ക് വിശ്വാസമില്ലാത്തൊരു കാര്യം അവരെ മരിക്കുമ്പോൾ എങ്ങനെയാണ് ശാരദ ടീച്ചർ ചെയ്യുക? ഇത് തന്നെയാണ് ഇപ്പോൾ സാറ് ചോദിച്ചൊരു ചോദ്യം. ഇപ്പോൾ ആലോചിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇഫ് ഹി വെയർ അലൈവ്, അങ്ങനെയാണല്ലോ അതാണല്ലോ നമ്മൾ ആലോചിക്കേണ്ട കാര്യം. ഇഫ് ഹി ഓർ ഷീ വാസ് അലൈവ്, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ എന്തിനോടൊക്കെ ടോളറേറ്റ് ചെയ്യുമായിരുന്നു. അത് മാത്രമല്ലേ അദ്ദേഹം മരിച്ചാലും അനുവദിക്കാൻ പാടുള്ളൂ. അദ്ദേഹത്തിന്റെ വിശ്വാസ പ്രമാണങ്ങൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ആശയത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, ആദർശത്തിന് നിരക്കാത്ത കാര്യങ്ങൾ, അദ്ദേഹം നിരന്തരമായി പറയുകയും പരിഹസിക്കുകയും ട്രോളുകയും ചെയ്ത കാര്യങ്ങൾ അദ്ദേഹം മരിക്കുമ്പോൾ എങ്ങനെയാണ് കൊണ്ടുവെക്കുക? ഇത് പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഈ 3 സാമൂഹ്യ രോഗങ്ങളെയാണ് സുപ്രിയ ആയാലും രാജീവ് ആലുങ്കലവര, മനോജ് കുറൂർ ഉൾപ്പെടെയുള്ള ആളുകൾ, ശ്രീനിവാസന്റെ പേര് പറഞ്ഞായാലും അല്ലെങ്കിലും ശ്രീനിവാസനെ മുൻനിർത്തി നമ്മുടെ സമൂഹത്തിന് കൊടുക്കേണ്ട മൊത്തം മുന്നറിയിപ്പും താക്കീതുമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ആ പറഞ്ഞത് വളരെ കൃത്യമാണ്. മനുഷ്യന്റെ ഉള്ളിലുള്ള വേദനയാണ്, നമ്മുടെയൊക്കെ നൊമ്പരമാണ് ആ പറഞ്ഞത്. ഒരു പ്രധാന കാര്യമുണ്ട്. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ഇപ്പോൾ മാഷ് പറഞ്ഞ പോലെ മൊബൈൽ ഫോണുമായിട്ട് അങ്ങോട്ട് കടന്ന് ചെല്ലുന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ അവിടെ ചെന്ന് ഈ മൊബൈൽ ഫോണിൽ സെൽഫി എടുക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് മരിച്ച വീട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സെലിബ്രിറ്റിയോ വന്നാൽ അയാളുടെ മുമ്പിലേക്ക് കടന്ന് എന്ന് ചിരിച്ച മുഖത്തോടു കൂടി സെൽഫി എടുക്കാം. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടെ മരിച്ചു കിടക്കുന്ന ആളെ കാണാനോ അയാളുടെ ഒരു അനുശോചനം രേഖപ്പെടുത്താനോ അല്ല, അവിടെ വരുന്ന സെലിബ്രിറ്റിക്കൊപ്പം ഒരു സെൽഫി എടുത്തിട്ട് എന്നിട്ട് അവന്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്തിട്ട് ഇത് സോഷ്യൽ മീഡിയയിൽ പകർത്തി. ഇതൊരു മനോരോഗമാണ്, നാർസിസം അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവന്റെ മുഖം, ഇവൻ ഈ മരിച്ച ശവത്തിന്റെ മുമ്പിൽ പോലും അവന്റെ പിളുന്ത് മുഖം കാണിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണ്. അതാണല്ലോ പോസ്റ്റ് ചെയ്യുന്നത്. അവനില്ലാത്ത, അപ്പോ ശ്രീനിവാസൻ മരിച്ചു കിടക്കുന്ന ചിത്രം അല്ലല്ലോ അവൻ പോസ്റ്റ് ചെയ്യുന്നത്, അവന്റെ മോന്തയോട് കൂടി. ഇതിന് നാർസിസം എന്ന് പറയാ. അതാ ഞാൻ പറഞ്ഞത്, ഇതും മനോരോഗം തന്നെയാണ്. അപ്പൊ അതുകൂടി ചേർത്ത് തന്നെയാണ്. ശരിക്കും ഈ സംസ്കാര സമ്പന്നരാണെന്ന് മലയാളി അഭിമാനിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള മനോരോഗങ്ങൾ പ്രകടിപ്പിക്കുന്നത്. ശരിക്കും ഇതിനെയൊക്കെ എതിർത്ത് തോൽപ്പിക്കണം. അപ്പൊ സാറ് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റ് വളരെ പ്രസക്തമാണ്. ആ രീതിയിലേക്ക് മലയാളി മാറി ചിന്തിക്കുമെന്ന് കരുതുമോ? അങ്ങനെ ചോദിച്ചു നമുക്ക്. ഇത് നമ്മള് സാധാരണഗതിയിൽ ഈ മുഖ്യധാര മാധ്യമങ്ങൾ ആണ് ഇതിനെ സാംസ്കാരിക നായകരോടൊക്കെ ചോദിച്ചിട്ട് അവരുടെ പ്രതികരണമൊക്കെ എടുത്തിട്ട് ഇതിലൊരു പൊതുജനാഭിപ്രായ രൂപീകരണം നടത്തേണ്ടത് പത്രങ്ങളാണ്. നിർഭാഗ്യവശാൽ കേരളത്തിൽ മലയാള മനോരമയാണെങ്കിലും മാതൃഭൂമിയാണെങ്കിലും അവർക്ക് ചാനലുകളുണ്ട്, അവരും ഇതിൽ പ്രതികളാണ്. അതുകൊണ്ട് ഈ പത്രങ്ങൾക്ക് മിണ്ടാൻ കഴിയില്ല. ചാനലുകൾ ഇത് അവസാനിപ്പിക്കണം. പത്രത്തിൽ ഇത് പറ്റില്ലല്ലോ, ചാനലുകളാണ് ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ പത്രങ്ങളുടെ ചാനലുകളും ഈ കേസിൽ കൂട്ടുപ്രതികളാണ്. അതുകൊണ്ട് ഇതിനെ ചോദ്യം ചെയ്യാനുള്ള നട്ടല്, ത്രാണി ഈ പത്രങ്ങൾക്കില്ല. അതുകൊണ്ട് കേരളീയ സമൂഹത്തിൽ ഇത്തരം ചോദ്യങ്ങൾ ഇനി നമ്മളിപ്പോൾ ഉള്ളവർ ചോദിക്കുക അല്ലാതെ വേറൊരു വഴിയുണ്ടെന്ന് തോന്നുന്നില്ല. പൊതുജനാഭിപ്രായ രൂപീകരണം ഇനിയുള്ള കാലത്ത് പത്രങ്ങളിൽ നിന്നുണ്ടാവും, പത്രങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ വയ്യ. തീർച്ചയായിട്ടും ഓൺലൈൻ മീഡിയ ഒരു കറക്റ്റീവ് മെഷർ ആവണം നമ്മുടെ മാധ്യമ രംഗത്ത്. അത് മാത്രമേ ഇനി പ്രതീക്ഷയുള്ളൂ. കാരണം സോഷ്യൽ മീഡിയ ഓരോരുത്തരും അവനവൻ്റെ ഭ്രാന്തവും മാനസിക രോഗവും അനുസരിച്ചാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത്. ഈ സംഘടിത മാധ്യമങ്ങൾക്കാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. ഓണർഷിപ്പ് ചാനലിൻ്റെതും പ്രിന്റ് മീഡിയയുടേതും ഒരു കൂട്ടരാണെങ്കിൽ പിന്നെ ആര് സത്യം പറയും? അങ്ങനെ വരുമ്പോൾ വളരെ സത്യസന്ധമായി സ്വതന്ത്രമായി ധാർമ്മികമായി മനുഷ്യൻ്റെ ഇച്ഛയും ഇച്ഛാഭംഗങ്ങളും തുറന്നു കാണിക്കാൻ ഓൺലൈൻ മീഡിയക്ക് കഴിയുമെന്ന ഒരു പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ നമുക്കുള്ളൊരു വെളിച്ചം. പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ABC-ക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട്. അത് കേരളത്തിന് മാത്രമല്ല, ABC ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു. അതും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.